ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ ഒരു ക്യൂട്ട് ക്രോഷ്യ ട്യൂലിപ്പ് കീ ചെയിൻ എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഞാനിപ്പോഴും എന്തെങ്കിലും ഒരു ക്രോഷ്യ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഇതുപോലെ ഒരു നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വീണ്ടും ചെയ്യുമ്പോൾ അതൊരു ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ മാജിക് റിംഗ് ആണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ മാജിക് റിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാജിക് റിങ്ങിനകത്തേക്ക് 6 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ 6 സിംഗിൾ ക്രോഷ്യ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കാണുന്ന ചെറിയ യാൺ ഉണ്ടല്ലോ, അതൊന്ന് നന്നായി വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മാജിക് റിംഗ് അവിടെ ക്ലോസ് ആവും. ഇനി ഇതിൽ ഫസ്റ്റത്തെ ചെയിനിൽ, അതായത് നമ്മൾ ആദ്യം ഇട്ട ആ ഒരു ചെയിനിലേക്ക് വീണ്ടും ഹുക്കൊന്ന് കടത്തി കൊടുത്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചെയ്തപ്പോൾ ഒരു സ്ലിപ്പ് നോട്ടായി പോയായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ സിംഗിൾ ക്രോഷ്യ ആവണേ. ഞാനിത് വീഡിയോ ചെയ്തതിന് ശേഷമാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാനൊരു സ്റ്റിച്ച് മാർക്ക് അവിടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ സെയിം സ്റ്റിച്ചിലേക്ക് തന്നെ ഒന്നുകൂടി സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഇൻക്രീസ് ആണ് ചെയ്യണത്. അതായത് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ സെയിം സ്റ്റിച്ചിലേക്ക് നമ്മൾ ഒരേ പാറ്റേൺ 2 വട്ടം ആവർത്തിക്കുന്നതിനെയാണ് ഇൻക്രീസ് എന്ന് പറയണത്. അപ്പോൾ നമ്മളിവിടെ സെയിം സ്റ്റിച്ചിലേക്ക് സിംഗിൾ ക്രോഷ്യാണ് 2 വട്ടം ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്ത തേർഡ് റൗണ്ടിലേക്ക് പോവാം. അപ്പോൾ തേർഡ് റൗണ്ടിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഫസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. അതായത് 2 സിംഗിൾ ക്രോഷ്യാണ് നെക്സ്റ്റ് ചെയിനിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് മാർക്ക് വെച്ചിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഓരോ റൗണ്ട് കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. സ്റ്റിച്ച് മാർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ മുൻപൊക്കെ ചെയ്തിരുന്നത് നമ്മുടെ സാധാ സേഫ്റ്റി പിന്നില്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സ്റ്റിച്ച് മാർക്കായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വീഡിയോയിൽ കാണിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് മാർക്കൊക്കെ ഇങ്ങനെയുള്ളത് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്ന പോലെ അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുക. റൗണ്ട് 4 മുതൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ എന്താ യൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ റൗണ്ട് 4 ടു റൗണ്ട് 8, അല്ലെങ്കിൽ നമുക്ക് റോ 4 ടു റോ 8 എന്നും പറയാം. റോ ആൻഡ് കോളം ആ ഒരു ഇതിലാണ് റോ എന്ന് പറയണത്. അപ്പോൾ ആ ഒരു റൗണ്ട് തൊട്ടിട്ട് നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. അങ്ങനെ ഒരു റൗണ്ടിൽ 18 സിംഗിൾ ക്രോഷ്യ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ സ്റ്റിച്ച് മാർക്ക് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഈ ഓരോ റൗണ്ട് ആകുമ്പോഴും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഒരു കൊട്ട പോലെയാവും അത് ഫോം ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ റോ 8 ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോ 8 ആണിത്. ഇനി നമുക്ക് കുറച്ച് നീളത്തിൽ തന്നെ ഈ ഒരു യാണ് ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നീളത്തിൽ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നീളത്തിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കുക. ഇതുപോലെ ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിഫറെൻറ്റ് കളേഴ്സാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം കളർ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ പാർട്ടോടെ കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 19 ചെയിൻ സ്റ്റിച്ചസ് ആണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 19 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ട് 19 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ചെയിൻ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലേക്കാണ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചെയിനിലേക്ക് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ ഇത് ഹാഫ് ഡബിൾ ക്രോഷ്യ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള 5 ചെയിനിൽ നമ്മൾ ഡബിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇതേ ഇപ്പോൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. തേർഡ് ഡബിൾ ക്രോഷ്യ, ഫോർത്ത് ഡബിൾ ക്രോഷ്യ, ആൻഡ് ഫിഫ്ത്ത് ഡബിൾ ക്രോഷ്യ. ഇനി നമ്മൾ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യാണ് നെക്സ്റ്റ് ചെയിനിൽ ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ചെയിനിലേക്ക് സിംഗിൾ ക്രോഷ്യ തന്നെ ചെയ്തു കൊടുക്കുക. ഇനി സെയിം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ഇനിയുള്ള ആ ഒരു ബാക്കിയുള്ള ചെയിൻസിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ. ആ ഒരു പാറ്റേൺ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആ ഭാഗത്തേക്ക് കൂടി നമ്മൾ ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ആ ഒരു സെയിം സ്റ്റിച്ചസിലേക്ക് നമുക്ക് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ, 5 ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ അറ്റം വരെ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ ക്രോഷ്യ ചെയ്യുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അറിയുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ പാർട്ടൊക്കെ. അപ്പോൾ ഇത് നമ്മുടെ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് ടേപ്പിസ്ട്രി നീഡിൽ വെച്ചിട്ട് ഈ ഒരു ലീഫിനകത്തേക്ക് നമുക്കൊന്ന് സെക്യൂർ ചെയ്തിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ അല്ലേ. നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ തുന്നാറ് അതുപോലെ തന്നെ ഉള്ളിലേക്ക് ഇങ്ങനെ തുന്നി തുന്നി കൊടുത്താൽ മതി. അപ്പോൾ ബാക്ക് വശത്തിൽ കൂടെ തുന്നുന്നതായിരിക്കും നല്ലത്. ഫ്രണ്ടിലാവുമ്പോൾ അത് നമുക്ക് നന്നായി വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് ബാക്കിൽ കൂടെ ഒന്ന് തുന്നാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ലീഫ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒരു സ്ട്രിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്ട്രിങ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 50 ചെയിൻ സ്റ്റിച്ചസ് ആണ് കേട്ടോ ഇവിടെ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് 50 ചെയിൻ സ്റ്റിച്ചസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 50 ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ദേ 50 ചെയിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിനെ കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം നീളം വേണമെന്നില്ല ഇതിൽ, എന്നാലും ഒരു ചെറിയ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡുകൾ ഈ ഒരു ലീഫിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ടേപ്പിസ്ട്രി നീഡിൽ ഈ കാണുന്ന പോലെ ഒന്ന് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ ലീഫിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കാണുന്ന പോലെ സ്ട്രിങ്ങിനെ ഒന്ന് വലിച്ചെടുക്കാം. ഇതുപോലെ 2 ഭാഗത്തും ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ സ്ട്രിങ് ഒന്ന് ആ ഒരു ലീഫിനകത്തൂടെ വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ സ്ട്രിങ്ങിൻ്റെ എൻഡിനെ ടാപ്പസ്ട്രി നീഡിലായിട്ട് ഒന്ന് കോർത്തെടുത്തിട്ട് അത് നമുക്ക് നമ്മുടെ ഫ്ലവറിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യണേന്ന് ഒന്ന് നോക്കിക്കോ. ഇതുപോലെ ഫ്ലവറിൻ്റെ ബാക്കിലായിട്ടൊന്ന് കുത്തിയെടുത്തതിന് ശേഷം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഫ്ലവറിനുണ്ടല്ലോ ഒന്ന് തുറന്ന് വെക്കണം, അതായത് ഇങ്ങനെ വിടർത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഒന്ന് കെട്ടിടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1-2 കെട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ബാക്കിയുള്ള യാൺസ് കട്ട് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ യാൺസ് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം നെക്സ്റ്റ് ഫ്ലവറും ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് സ്റ്റഫിങ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റഫിങ് നമുക്ക് വീട്ടിലൊക്കെ പഴയ ഡോളിൻ്റെ ഒക്കെ ഉള്ളിലുണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റഫിങ് ഇല്ലയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ടുള്ള യാൺ ഉണ്ടല്ലോ അത് തന്നെ വെക്കാം. വേസ്റ്റ് അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, വേസ്റ്റ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കത് ഉപയോഗിക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മൊത്തത്തിലൊന്ന് വെച്ച് കൊടുക്കുക. നല്ലോണം കുറച്ച് ടൈറ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ ടേപ്പിസ്ട്രി നീഡിലിനെ ചെയിനകത്തേക്ക് കടത്തി കൊടുക്കാം. ഇനി ഇതുപോലെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കൊന്ന് ടേപ്പിസ്ട്രി നീഡിൽ കടത്തി കൊടുക്കാം. അപ്പോൾ ഓരോ ചെയിനകത്തേക്ക് നമ്മളിങ്ങനെ ചെയ്യണത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്താണ് ചെയ്യണതെന്നുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് തന്നെ വലിക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു പുറത്തേക്ക് ആയിട്ട് നിൽക്കുന്ന സ്റ്റഫൊക്കെ ഉള്ളിലേക്ക് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ 1-2 വട്ടം നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് ഒന്ന് ഇങ്ങനെ വലിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ബാക്കിയായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റഫൊക്കെ അകത്തേക്ക് ഞാൻ ടേപ്പിസ്ട്രി നീഡിൽ വെച്ചിട്ട് തന്നെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടേപ്പിസ്ട്രി നീഡിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് കുത്തി കൊടുത്തിട്ട് പുറത്തേക്കൊന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു യാൺ അവിടെ സെക്യൂറായിട്ട് ഇരുന്നോളും. എന്നിട്ട് ആ യാണിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടുലിപ്പ് ഫ്ലവർ ഇവിടെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഫ്ലവർ കൂടി ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഈ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ബൈ.